Hi all, this is the second session discussion of the question paper British literature from Chaucer to 18th century. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു 3 പാർട്സ് ഉണ്ട്. സെക്ഷൻ എ, ബി ആൻഡ് സി. സെക്ഷൻ എ കൺസിസ്റ്റ് ഓഫ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, എനോട്ടേഷനൊക്കെ. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ സെക്ഷൻ ബി ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും. ഓക്കെ, സോ സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. മിസ്സസ് മാലപ്രോപ്പ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് മിസ്സസ് മാലപ്രോപ്പ്. മിസ്സസ് മാലപ്രോപ്പ് ഏതിലെ ക്യാരക്ടറാണ്? RB ഷെറിഡാൻ്റെ ദ റൈവൽസ് എന്ന് പറയുന്ന പ്ലേയിലെ ക്യാരക്ടറാണ് മിസ്സസ് മാലപ്രോപ്പ്. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ആൻസർ. ഓക്കെ, അപ്പം മിസ്സസ് മാലപ്രോപ്പ് ഒരു ഇനപ്രോപ്രിയേറ്റ് ആയിട്ട് വേർഡ്സ് യൂസ് ചെയ്ത ഒരാളായിരുന്നു. വേർഡ്സ് യൂസ് ചെയ്യേണ്ട സമയത്തല്ല അത് യൂസ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് മാലപ്രോപ്പിസം, ആ ഒരു ക്യാരക്ടറിൽ നിന്നാണ് മാലപ്രോപ്പിസം എന്നുള്ളൊരു വേർഡൊക്കെ ഡിറൈവ് ചെയ്ത് വന്നത്. അൺസൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, അവൾ ചെയ്യുന്ന കാര്യമായിരിക്കില്ല അവൾ പറയുക, അങ്ങനത്തെ രീതിയിലൊരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് വേർഡ്സ് യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. സോ മിസ്സസ് മാലപ്രോപ്പ് ഇസ് എ ക്യാരക്ടർ ഇൻ ദ പ്ലേ ദ റൈവൽസ് ബൈ RB ഷെറിഡാൻ. ഷീ ഈസ് ദ ഗാർഡിയൻ ഓഫ് ദ ഹീറോയിൻ ലിഡിയ ലാംഗ്വേജ്. ഇപ്പോൾ ദ റൈവൽസിലെ ഹീറോയിന് ലിഡിയ ലാംഗ്വേജ് ആണ്. ലിഡിയ ലാംഗ്വേജിൻ്റെ ഗാർഡിയൻ ആണ് മിസ്സസ് മാലപ്രോപ്പ്. Mrs. Malaprop is a pretentious and authoritative woman who tries to use sophisticated language, most of the time not knowing the meaning of the words she uses by herself and very often in the wrong കോണ്ടെക്സ്റ്റ്. അവൾ പറയുന്ന വേർഡ്സിൻ്റെ ചില മീനിങ് തന്നെ ചിലപ്പോൾ അവർക്കറിയില്ല. ഇനിയിപ്പം റോങ് കോണ്ടെക്സ്റ്റുകളിലായിരിക്കും അത് യൂസ് ചെയ്യുകയും ചെയ്യാം. ആൻഡ് ദിസ് കോസസ് ഹെർ സ്പീച്ച് ടു സൗണ്ട് ടോട്ടലി റിഡിക്കുലസ് ആൻഡ് ഫണി. In fact, the very term malapropism was developed from this character in the rivals. Malapropism എന്ന് പറയുന്ന വേർഡ് ഡെവലപ്പ് ചെയ്തത് ദ റൈവൽസിൽ നിന്നാണ്. ദ റൈവൽസ് എന്ന് പറയുന്ന പ്ലേയിലെ മിസ്സസ് മാലപ്രോപ്പ് എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്നാണ്. The name malaprop is derived from the French expression malapropos, which means unsuitable or inappropriate. Okay. The literal definition of the term malapropism is the mistaken use of a word in a place of a similar sounding one, resulting in a nonsensical and sometimes humorous utterance. Okay. അപ്പം ആ ഒരു മാലപ്രോപ്പിസം എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മിസ്റ്റേക്കൺ യൂസ് ഓഫ് വേർഡ്സ് ആൻഡ് റിസൾട്ടിങ് ഇൻ എ നോൺ സെൻസിക്കൽ ആൻഡ് സം ഹ്യൂമറസ് അട്ടറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോമഡി ആയിട്ട് ബാക്കിയുള്ളവർക്ക് തോന്നും. ഓക്കെ, സ്യൂട്ടബിൾ വേർഡ്സ് ആയിരിക്കില്ല യൂസ് ചെയ്യുക, അതിനാണ് മാലപ്രോപ്പിസം എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ഇറ്റ് റെഫേഴ്സ് ടു ദ ഹ്യൂമറസ് മിസ്അപ്ലിക്കേഷൻ ഓഫ് എ വേർഡ് ഓർ വേർഡ്സ്. ഓക്കെ, ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ മിസ് ആപ്ലിക്കേഷൻ ഓഫ് എ വേർഡ് എന്ന് പറയാം, ഓർ മിസ്അപ്ലിക്കേഷൻ ഓഫ് വേർഡ്സ്. Now, her hypocrisy is clear when she tries advising Lydia on proper behavior fit for women while she herself engages in writing love letters to Sir Lucius. അപ്പം ലിഡിയൻ്റെ അടുത്ത്, ഇതിലെ ഹീറോയിനായ ലിഡിയൻ്റെ അടുത്ത് വുമൻസിൻ്റെ പ്രോപ്പർ ബിഹേവിയർ എങ്ങനെയാണെന്നൊക്കെ അവൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവൾ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് അവൾ മിസ്സസ് മാലപ്രോപ്പ് ചെയ്യുന്നത്. മിസ്സസ് മാലപ്രോപ്പ് സൊലൂഷ്യസിന് ലവ് ലെറ്റേഴ്സൊക്കെ എഴുതുന്നതും ഒക്കെ അവൾ പറയുന്നതിൽ നിന്നും നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ, സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഹെർ ക്യാരക്ടർ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർപ്പെ ഡേം മോട്ടീവ് ഇൻ ടു ഹിസ് കോയ് മിസ്ട്രസ്. കാർപ്പെ ഡയം മോട്ടീവിൻ്റെ മീനിങ് വരുന്നത് പ്ലഗ് ദ ഡേ അല്ലെങ്കിൽ സീസ് ദ ഡേ എന്നുള്ളതാണ്. അതൊരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ ഒരു മീനിങ് പ്ലഗ് ദ ഡേ, ആ ഡേ പ്ലഗ് ചെയ്യുക അല്ലെങ്കിൽ ആ ഡേ സീസ് ചെയ്യുക. അതിൻ്റെ ഒരു മീനിങ് എൻജോയ് ദ മൊമെൻറ്റ് എന്നാണ്. ആ ഡേയിൽ ആ ഒരു ടൈം എൻജോയ് ചെയ്യുക, അതിൻ്റെ ഫുള്ളസ്റ്റ് എൻജോയ് ചെയ്യുക, എൻജോയ് ദ മൊമെൻറ്റ് എന്നുള്ളൊരു മീനിങ് ആണ് കാർപ്പെ ഡയമിനുള്ളത്. സോ കാർപ്പെ ഡയം മോട്ടീവ് ഇൻ ടു ഹിസ് കോയ് മിസ്ട്രസ്. അപ്പോൾ ടു ഹിസ് കോയ് മിസ്ട്രസിലുള്ള കാർപ്പെ ഡയം മോട്ടീവ് എന്താണ് എന്നുള്ളതാണ്. Okay, so carpe diem, phrase used by Roman poet Horace to express the idea that one should enjoy life while one can. പറ്റുന്ന സമയത്ത് ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിന് ഹൊറേസ് യൂസ് ചെയ്തൊരു വേർഡാണിത്. The theme of Marvel's poem to his coy mistress is traditional as it is based on the love time theme. The poet's idea about the mortality of the world and the transience of love are reflected in it.
To his coy mistress advocates the age-old wisdom to make love while youth lasts and passion stirs. അപ്പം അഡ്രിമാർക്കൽ ടു ഹിസ് കോയ് മിസ്ട്രസ്സിൽ പറയുന്നത് ആ ഒരു യൂത്ത് ടൈമിൽ എപ്പോഴാണ് ലവ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, ആ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റിൽ ഡു ദാറ്റ് എന്നുള്ളതാണ്. However, the traditional concept is presented with playful wit and shocking images. In the opening section of the poem, the speaker sets his first proposition. He fancies a world in which lovers may have infinite time and endless space to make love and adore each other. ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റും ട്രഡീഷണൽ കൺസെപ്റ്റും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഒക്കെയാണ് ഈ പോയത്തിലൂടെ അദ്ദേഹം കാണിച്ചിരുന്നത്. ഓക്കെ, he fancies a world in which lovers may have infinite time and endless space to make love and adore each other. അപ്പം ലവേഴ്സിന് ഒരു ഇൻഫിനിറ്റ് ടൈം, ഒരു നല്ലൊരു സ്പേസ്, ഒരു എൻഡ്ലെസ് ആയിട്ടുള്ളൊരു സ്പേസ് ഒക്കെ ടു ലവ് ഈച്ച് അതർ, അതിനൊക്കെ ഉള്ളൊരു സ്പേസ് അദ്ദേഹം ഫാൻസി ചെയ്യാണ്, ഇമാജിൻ ചെയ്യാണ്. Mockingly, he admits that in such a situation the lady's coyness would be no crime. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ, ഒരു ലവിങ് സിറ്റുവേഷനിൽ ഒരു ലേഡീൻ്റെ കോയ്നെസ്, അവളുടെ ഒരു ഷൈനെസ് എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ബി നോ ക്രൈം, അതൊരു കുറ്റമല്ല, അത് നല്ലതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, the lovers could remain far off from one another, one by the gang's side and the other by the humber, and muse on their lovely hazily. His courtship and her coyness might continue from 10 years before the flood till the conversion of the Jews. But interestingly, the very opening couplet of the next section presents the swift movement of time and the inevitability of death and sterility. അപ്പോൾ ഇത് പോത്തിൻ്റെ ഒരു സമ്മറി ഇങ്ങനെ പറഞ്ഞു വരികയാണ്. The concept of mutability is evoked with an unfailing immediacy. At my back I always hear time's winged chariot hurrying near. The speaker then proceeds to set human life and its brevity against deserts of vast eternity. The harrowing image of the lady love lying in her grave with worms perforating her long preserved virginity is intended to shake her out of her complacent coyness. Shakespeare says that true love is not dependent on the vagaries of unrushing time. Love is not time's fool. With Marvel, the definition of love becomes complex as his focus of attention is altered. The thesis and the antithesis of the first two sections of the poem then leads naturally to the synthesis crux of the carpe diem theme. The lady now is urged to yield to the passion of her sex. So carpe diem motive in to his coy mistress ചോദിക്കുമ്പം carpe diem motive എന്താണെന്ന് എഴുതുക, to his coy mistressൻ്റെ ഒരു തീം എഴുതുക, അതിലെങ്ങനെയാണ് carpe diem motive പറയുന്നത് എന്നുള്ളത്. എൻജോയ് ദ മൊമെൻറ്റ്, എൻജോയ് ദ ലൈഫ് when you are in your youth. ഓക്കെ, ലവ്, സ്പെൻഡ് ടൈം ഫോർ ലവ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഗ്രഷൻസ് ഇൻ ജോസഫ് ആൻഡ്രിയൂസ്. ഓക്കെ, അപ്പം ജോസഫ് ആൻഡ്രിയൂസ് വാസ് റിട്ടൺ ബൈ ഹെൻറി ഫീൽഡിംഗ് അല്ലേ. നൗ ഡിഗ്രഷൻസ് എന്താ? ഡിഗ്രഷൻസ് എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻസ് ആണ്. ഒരു സ്റ്റോറി ഇങ്ങനെ, ഒരു കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതിനിടയ്ക്ക് അങ്ങനെ ഒരു വലിയൊരു ബന്ധം ഈ കഥയോട് ഇല്ലാത്ത വേറൊരു കഥയിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോവാം. അതിനാണ് ഈ ഡിഗ്രഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജോസഫ് ആൻഡ്രിയൂസിൽ അത് കുറേ പ്രാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. ഒരാളെ കാണും, പിന്നെ വെറുതെ അയാളുടെ ഒരു സ്റ്റോറി പറയും. ഓക്കെ, ചെറിയൊരു കണക്ഷൻ ഉണ്ട്, ബട്ട് ആക്ച്വൽ സ്റ്റോറി ലൈനിൽ ആയിട്ടത് ബന്ധമില്ല. അപ്പോൾ അങ്ങനെ സ്റ്റോറിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതിനാണ് ഡിഗ്രഷൻസ് എന്ന് പറയുന്നത്. So write about the digressions in Joseph Andrews. The history of the adventures of Joseph Andrews and of his friend Mr. Abraham Adams was the first full-length novel by the English author Henry Fielding to be published and among the early novels in the English language. Okay, first full-length novel ആണ് ഹെൻറി ഫീൽഡിങ്ങിൻ്റെ, പിന്നെ ഒരു ഏർലി ഇംഗ്ലീഷ് നോവലും അങ്ങോട്ടാണ്. Appearing in 1742 and defined by Fielding as a comic epic poem in prose, it tells of a good-natured footman's adventures of the road home from London with his friend and mentor, the absent-minded
പാസൺ, ആദംസ്. അപ്പോൾ ഇതൊരു കോമിക് എപ്പിക് പോം ഇൻ പ്രോസ് ആണ് അല്ലേ, ഒരു എപ്പിക് പോം ഇൻ പ്രോസ് ആണ്, കോമിക്കും കൂടാണ്. അതെന്താണ്, ഈ ജോസഫ് ആൻഡ്രൂസിൻ്റെ ഒരു ഫൂട്ട്മാൻ്റെ അഡ്വഞ്ചറാണ്, ഒരു ട്രാവലാണ്. കൂടെയുള്ള ഫ്രണ്ടാണ് ഒരു ആബ്സെൻറ്റ് മൈൻഡായിട്ടുള്ള അബ്രഹാം ആദംസ്. Now digression is a stylistic literary device. It conveys a temporary departure from the main subject of the narrator to focus on apparently unrelated subject matters, explaining background details. ഞാൻ പറഞ്ഞില്ലേ, മെയിൻ സബ്ജക്റ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ഒരു അൺറിലേറ്റഡ് സബ്ജക്റ്റ് മാറ്റേഴ്സിലേക്കൊക്കെ പോവാം, ഡീവിയേഷൻ, അതിനാണ് ഡിഗ്രഷൻസ് എന്ന് പറയുന്നത്. However, after the temporary shift, the author returns to the main topic at the end of the narrative. അങ്ങനെ മെയിൻ ടോപ്പിക്കിലേക്ക് പിന്നെ തിരിച്ചു വരും. Being a comic epic poem in prose, Joseph Andrews succeeds the Renaissance tradition of using digressions as a mirror or an indirect commentary on the main narrative. Okay, അപ്പോൾ ആ ഡിഗ്രഷൻസ് മെയിൻ നറേറ്റീവിനോടുള്ളൊരു കമൻട്രിയും കൂടെയാണ്, ഒരു ഇൻഡയറക്റ്റ് കമൻട്രി പോലെയാണ്. Now, this type of digression or interpolated materials were regarded as pleasant change of place, adding variety to the main story, which was expected to be related to the main story by theme, moral, symbolic or ironic emotional relationship. അപ്പോൾ മെയിൻ സ്റ്റോറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ അതിന് ഉണ്ടാവും. The main digressions in Joseph Andrews are the history of Leonora, Mrs. Wilson's Tale ആൻഡ് ദ സ്റ്റോറി ഓഫ് ലിയനാർഡ് ആൻഡ് പോൾ. അപ്പം അതിൽ മെയിൻ ഡിഗ്രഷൻസ് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഒന്ന് ഹിസ്റ്ററി ഓഫ് ലിയനോറ പറയുന്നുണ്ട്, അത് ബുക്ക് 2 ചാപ്റ്റർ 4 and 6 ആ ഡിഗ്രഷൻസ് വരുന്നത്. പിന്നെ ഒരു വിൽസൺസ് ടെയിൽ, അത് ബുക്ക് 3 ചാപ്റ്റർ 3 വരുന്നത്. പിന്നെ സ്റ്റോറി ഓഫ് ലെനാർഡ് ആൻഡ് പോൾ, ഇത് ബുക്ക് 4 ചാപ്റ്റർ 10 വരുന്നത്. So these are the 3 digressions: history of Leonora, Mrs. Wilson's Tale, പിന്നെ story of Leonard and Paul. The story Leonora is inserted seemingly randomly in the middle of Joseph Andrews, right after Joseph Andrews and Adams split up to travel. The only connection this story has to the book's plot is that the coach passes right by Leonora's house. Okay. അപ്പോൾ ജോസഫ് ആൻഡ്രൂസും ആദംസും അവരുടെ ട്രാവൽ സ്പ്ലിറ്റായി 2 വൈക്കായി പോയതിനു ശേഷമാണ് ഈ ഹിസ്റ്ററി ഓഫ് ലിയോണാറ വരുന്നത്. അപ്പോൾ ആ ഒരു ലിയോണാറിൻ്റെ ഹിസ്റ്ററി പറയാനുള്ളൊരു മോട്ടീവ് അല്ലെങ്കിൽ പറയാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ലിയോണാറിൻ്റെ ഹൗസിൻ്റെ അടുത്തൂടെ കോച്ച് പാസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ലിയോണാറിൻ്റെ സ്റ്റോറി പറയാം അങ്ങനെ. അപ്പോൾ മെയിൻ സ്റ്റോറിക്ക് ആയിട്ട് അത് വലിയ കണക്ഷനില്ല. ബേസിക്കലി ലിയോണാറ ഈസ് എ ഗോൾഡ് ഡിഗർ. ഓക്കെ, she's totally fickle. She throws off her first fiancé Horatio just because a new guy appears with a coach and 6 horses. അപ്പം ലിയോണാറ ഒരു ഗോൾഡ് ഡിഗറാണ്. ഗോൾഡ് ഡിഗർ ഗേൾസ് എന്ന് പറയുക, ഗോൾഡ് ഡിഗർ എന്ന് പറയാൽ ഒരു കാശ് കണ്ടിട്ട് അല്ലെങ്കിൽ ഗോൾഡ് മണി പൈസ ഒക്കെ കണ്ടിട്ട് ഒരാളെ ഇഷ്ടപ്പെടുന്നതിനാണ് അല്ലെങ്കിൽ അയാളുടെ ഫിയാൻസി ആവുന്നതിനൊക്കെയാണ് ഗോൾഡ് ഡിഗർ എന്ന് പറയുക. അവളുടെ ഫസ്റ്റ് ഫിയാൻസി ഹൊറേഷ്യോനെ ഒഴിവാക്കി പുതിയൊരാളെ സ്വീകരിക്കുന്നത് എന്തിനാ? ആ പുതിയ ആൾ വരുന്നത് വിത്ത് എ കോച്ച് ആൻഡ് 6 ഹോഴ്സസ്, 6 ഹോഴ്സസിനെ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അയാൾ വെൽത്തിയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഹൊറേഷ്യോൻ അവളുടെ ഫസ്റ്റ് ഫിയാൻസിനെ വിട്ട് അടുത്ത ആളെടുത്ത് പോകുന്നത്. അപ്പോൾ അതാണ് ലിയോണറിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഡിഗ്രഷൻ എന്താ? മിസ്റ്റർ വിൽസൺസ് ടെയിൽ. Then there is Wilson's Tale and the story of Leonard and Paul, which is read by Dick Adams, son of Adams. ആദംസിൻ്റെ സണ്ണ് മറ്റ് 2 സ്റ്റോറീസും വായിക്കുന്നുണ്ട്, മിസ്റ്റർ വിൽസൺസ് ടെയിലും സ്റ്റോറി ഓഫ് ലെനാർഡ് ആൻഡ് പോളും. അപ്പോൾ അത് രണ്ടുമാണ് പിന്നെ വരുന്ന ഡിഗ്രഷൻസ്. അപ്പോൾ ജസ്റ്റ് ആദംസിൻ്റെ സൺ അത് വായിക്കുന്നേ ഉള്ളൂ, അതൊന്നും സ്റ്റോറിയിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, എന്നിരുന്നാലും പറയുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഈ ഡിഗ്രഷൻസ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേക്കൺസ് പ്രോസ് സ്റ്റൈൽ. ഓക്കെ, ബേക്കൻ്റെ പ്രോസ് സ്റ്റൈൽ എന്ന് പറയുന്നത്, ബേക്കൺ ഇസ് വെൽ നോൺ ഹിസ് പ്രോസസ്സിലെ ഓഫ് മാരേജ് പോലെയൊക്കെയുള്ള നമുക്ക് പഠിക്കാനുള്ള ഓഫ് മാരേജ് ആണ്. അതുപോലുള്ള പ്രോസുകൾ എഴുതാൻ വളരെ സിമ്പിൾ വേർഡ്സിലൂടെ എല്ലാവർക്കും റീഡബിൾ ആയിട്ടുള്ള പെട്ടെന്ന് മനസ്സിലാവുന്ന പ്രോസുകളായിരിക്കും ഫ്രാൻസിസ് ബേക്കൺ എഴുതാറുള്ളത്. നൗ ലെറ്റ്സ് ലുക്ക് ഹൗ ടു റൈറ്റ് അബൌട്ട് ഹിസ് പ്രോസ് സ്റ്റൈൽ.
Bacon's style is compact yet polished, and indeed some of its conciseness is due to the skillful adaptation of Latin idioms and phrase. Okay, പോളിഷ്ഡ് ആയിട്ടുള്ള കൺസൈസ് ആയിട്ടുള്ള നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന പ്രോസ് സ്റ്റൈലാണ് ബേക്കണ്ടത്. ലാറ്റിൻ ഇഡിയംസും ഫ്രേസസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. His sentences are pregnant and have the capability of expanding into paragraph. ബേക്കൻ്റെ സെൻറ്റൻസസ് പ്രഗ്നൻ്റ് ആണ് മീൻസ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കുട്ടിയൊക്കെ ഉള്ളതുപോലെ ഉള്ളിൽ ഒരുപാട് മീനിങ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ആ ഒരു സിമ്പിൾ വേർഡ്സ് വായിക്കുന്നതിലൂടെ റീഡറിന് കിട്ടും. അതാണ് ഹിസ് സെൻറ്റൻസസ് ആർ പ്രഗ്നൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹാവിങ് ദ കപ്പബിലിറ്റി ഓഫ് എക്സ്പെൻഡിങ് ഇൻ ടു പാരഗ്രാഫ്. ഒരു സെൻറ്റൻസ് നമുക്കൊരു പാരഗ്രാഫ് ഒക്കെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അത്രയും കോണ്ടൻറ്റ് ഒരു സെൻറ്റൻസിൽ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. And the sentence will be simple. He had a great and impressive mastery over the art of saying maximum into minimum words. മാക്സിമം കാര്യം മിനിമം വേർഡ്സ് ആക്കി സിമ്പിളാക്കി പറയാനുള്ളൊരു മാസ്റ്ററി ഒരു കഴിവ് ഫ്രാൻസിസ് ബേക്കറിന് ഉണ്ടായിരുന്നു. ബേക്കൺ യൂസസ് ദ ഫോറസ്റ്റിക് സ്റ്റൈൽ ടു എനാബിൾ ദ റീഡേഴ്സ് ആസ് എൻ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് ബൈ അലൗവിങ് ദം ടു ഇൻ്റർപ്രറ്റ് ആൻഡ് ഗിവ് ദ മീനിങ്സ് ഓഫ് ഹിസ് സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് നമ്മൾ പറഞ്ഞത് ഹി ഹാഡ് ദ മാസ്റ്ററി ടു സേ മാക്സിമം ഇൻ ടു മിനിമം വേർഡ്സ്. നൗ ഫോളോവിങ് ആർ ദ സം സ്റ്റൈലിസ്റ്റിക് ക്വാളിറ്റീസ് ഓഫ് ബേക്കൺസ് എസ്സേസ്. അപ്പോൾ ബേക്കൻ്റെ എസ്സേസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങൾ ഇതൊക്കെയാണ്. ആ എസ്സേസിലെ സെൻറ്റൻസസ് വിൽ ബി ഷോർട്ട് ആൻഡ് കൺസൈസ് സെൻറ്റൻസസ്. നോ പാരന്തസിസ്. അങ്ങനെ പാരന്തസിസ് ഉണ്ടാവില്ല. പാരന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രാക്കറ്റിൽ ഇങ്ങനെ കുറച്ച് കൂടുതൽ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സംഭവം. അതില്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മാറ്റർ എല്ലാം ക്ലിയർ ആയിരിക്കും. അതാണ് പാരന്തസിസിൻ്റെ ആവശ്യമില്ല. ദെൻ ക്ലാരിറ്റി ഉണ്ടാവും. ദെൻ റിതം ആൻഡ് കൊഹറൻസ്. എന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിന് റിതം ഒരു കൊഹറൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഫോറസ്റ്റിക് സ്റ്റൈൽ. സോ ദീസ് ആർ ദ 5 തിങ്സ്: ഷോർട്ട് ആൻഡ് കൺസൈസ് സെൻറ്റൻസസ്, നോ പാരന്തസിസ്, ക്ലാരിറ്റി, റിതം ആൻഡ് കൊഹറൻസ്, ദ ഫോറസ്റ്റിക് സ്റ്റൈൽ. ദെൻ തീംസ് റിലേറ്റഡ് ടു വേർഡ്ലി വിസ്ഡം. ഓക്കെ, ഒരു വേർഡ്ലി വിസ്ഡം റിലേറ്റഡ് തീംസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ എസ്സേസിലെ തീംസ്. നൗ ഇൻ ദിസ് എസ്സേ ബേക്കൺ ഡ്രോസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ്. അപ്പം ഓഫ് മാരേജ് എന്ന് പറയുന്ന എസ്സേയിൽ ബേക്കൺ മാരേജും സിംഗിൾ ലൈഫും തമ്മിലുള്ളൊരു കമ്പാരിസണാണ് പറയുന്നത്. He gives an account of the merits and demerits of a married and a bachelor's life. Bacon starts with a sudden statement: he that hath wife and youngsters hath given hostages to fortunes. The statement clearly depicts that marriage embeds great fortune and luck. അതിന് മീനിങ് എന്താ, ഒരു വൈഫൊക്കെ ഉള്ള മാരീഡ് ആയിട്ടുള്ള ഒരാൾക്ക് he has given hostages to his ഫോർച്യൂൺസിന് അദ്ദേഹത്തിൻ്റെ ഫോർച്യൂൺസിനൊക്കെ ഹോസ്റ്റേജസ് ആക്കിയിട്ടുണ്ട്, തടവിലാക്കിയിട്ടുണ്ട്. ഓക്കെ. Bacon supports his arguments by telling an incontrovertible fact that the foremost of the simplest work that helps society at a greater scale is completely by non-married or childless men. സൊസൈറ്റിക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൊക്കെ നോൺ മാരീഡ് അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ചൈൽഡ്ലെസ് മെന്നാണ് എന്നാണ് ബേക്കൺ പറയുന്നത്. ഇൻ റെസ്പോൺസ് ദീസ് ബാച്ചിലേഴ്സ് മാരീഡ് ദ പബ്ലിക് ആൻഡ് എൻഡോർഡ് ദെയർ എഫെക്ഷൻസ് ആൻഡ് ലൈഫ് ദെയർ ടു. ഈ ബാച്ചിലേഴ്സ് പബ്ലിക്കിനെ പറ്റി കൂടുതൽ കൺസേൺ ആയിരിക്കും, മറ്റുള്ളവർക്ക് ഫാമിലി ആയിരിക്കും, മാരീഡ് ആയവർക്ക് ഫാമിലി ആയിരിക്കും ഇമ്പോർട്ടൻറ്റ്. ബാച്ചിലേഴ്സ് ദേ മാരി ദ പബ്ലിക്കിന് വേണ്ടിയായിരിക്കും അവർ ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഓൺ ദ ഫ്ലിപ്പ് സൈഡ് ഓഫ് ദ കോയിൻ, those that are married have greater care of way forward for their family. Married ആയവർ they will have more care for their family. Their minds always revolve around the economic stability of their home. They typically spend their time by making both ends meet. If one features a stable, frugal position, he cares to form his and his family's life as luxurious as he can. ലൈക്ക് ദിസ് ഗോസ് ഓൺ ദ എസ്സേ. അപ്പോൾ ഇങ്ങനെ മാരീഡായ ആളുടെയും സിംഗിളായ ലൈഫിലെ കമ്പാരിസൺ പറഞ്ഞുകൊണ്ടാണ് ഈ എസ്സേ ഇങ്ങനെ പോകുന്നത്. ഓക്കെ.
അപ്പോൾ നമുക്ക് പറയാം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായത്, നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ സമറി ഒന്ന് പറഞ്ഞതാണ്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നത് ബേക്കൻ്റെ പ്രോസ് സ്റ്റൈലിനെ കുറിച്ചാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോർട്രേറ്റ് ഓഫ് ദ നൈറ്റ് ഇൻ ചോസേഴ്സ് പ്രൊലോഗ്. അപ്പോൾ ചോസറിൻ്റെ പ്രൊലോഗ് ടു ദ കാൻറ്റർബറി ടെയിൽസിൽ നൈറ്റിനെ എങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്തതെന്ന്. അപ്പം പ്രൊലോഗ് ടു ദ കാൻറ്റർബറി ടെയിൽസിലെ ഒരു ഫസ്റ്റ് 100 ലൈൻസ് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അതിൽ നൈറ്റിനെയും സ്ക്വയറിനെയും പറ്റിയുള്ള പോർട്രേയിൽ മാത്രമേ വരുന്നുള്ളൂ, അവരുടെ എക്സ്പ്ലനേഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പം അത് രണ്ടും എക്സാമിന് എന്തായാലും പഠിക്കണം. അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ആ ഒരു കാൻറ്റർബറി കത്തീഡ്രലിലേക്കുള്ള യാത്രേനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ, പിൽഗ്രിമേജിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഒരുപാട് ആൾക്കാർ 30 പിൽഗ്രിംസ് ഉണ്ടല്ലോ, അതിൽ നൈറ്റിനെയും സ്ക്വയറിനെയും പറ്റിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കേണ്ടത്. ആ 100 ലൈൻസിൽ അവരെ പറ്റി മാത്രം വരുന്നുള്ളൂ. സോ നൈറ്റിനെ എങ്ങനെയാണ് ചോസർ പ്രൊലോഗിൽ പോർട്രേ ചെയ്തത്? ദ നൈറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ചോസർ ഇൻ ദ ജനറൽ പ്രൊലോഗ് ആസ് ദ പേഴ്സൺ ഓഫ് ഹയസ്റ്റ് സോഷ്യൽ സ്റ്റാൻഡിങ് എമംഗ് ദ പിൽഗ്രിംസ്. അപ്പം പിൽഗ്രിംസിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് സോഷ്യൽ സ്റ്റാൻഡിങ് ഉള്ള, സോഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളായിട്ടാണ് ജനറൽ പ്രൊലോഗിൽ ചോസർ നൈറ്റിനെ പറയുന്നത്. ദോ ഹിസ് മാനേഴ്സ് ആൻഡ് ക്ലോത്ത്സ് ആർ അൺപ്രിറ്റൻഷ്യസ്. പക്ഷേ ക്ലോത്ത്സും മാനേഴ്സൊന്നും അത്ര അങ്ങനെ അങ്ങോട്ട് പ്രിറ്റൻഷ്യസ് അല്ല. മീൻസ് ക്ലോത്ത്സ് ഒന്നും അത്ര ഒരു ഹൈ സോഷ്യൽ സ്റ്റാൻഡിങ്ങിലുള്ളതല്ല എന്നുള്ളതാണ്. We are told that he has taken part in some 15 crusades in many countries and also fought for one pagan leader against another. ഓക്കെ, അപ്പോൾ ഒരുപാട് യുദ്ധങ്ങളൊക്കെ ഫൈറ്റ് ചെയ്ത ഒരാളാണ് നൈറ്റ് എന്ന് നമ്മളുടെ അടുത്ത് ഓഥർ പറയുന്നുണ്ട്. ദ നരേറ്റർ ബിഗിൻസ് ഹിസ് ക്യാരക്ടർ പോർട്രേറ്റ്സ് വിത്ത് ദ night. In the narrator's eyes, the night is the noblest of the pilgrims, embodying military powers ആണ് കേട്ടോ. ലോയാലിറ്റി, ഹോണർ, ജനറോസിറ്റി ആൻഡ് ഗുഡ് മാനേഴ്സ്. അപ്പം നൈറ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റ് എന്ന് പറയുന്നത് ഹീ ഈസ് ദ നോബ്ലസ്റ്റ് ഓഫ് ദ പിൽഗ്രിംസ്. ആ പിൽഗ്രിംസിലൊക്കെ ഏറ്റവും നോബ്ലസ്റ്റ് ആണ്. ഹീ ഈസ് ഹാവിങ് മിലിറ്ററി പവേഴ്സ്, പിന്നെ ലോയാലിറ്റി ഉണ്ട്, ഹോണർ ഉണ്ട്, ജനറോസിറ്റി ഉണ്ട്, ഗുഡ് മാനേഴ്സ് ഉണ്ട്. എല്ലാം കൊണ്ടും ഒരു അതിലുള്ള ആൾക്കാരിൽ ബെസ്റ്റ് നൈറ്റാണ് എന്നാണ് നമ്മളുടെ ഓഥർ പറയുന്നത്. ദ നൈറ്റ് കണ്ടക്ട്സ് ഹിംസെൽഫ് ഇൻ എ പൊളൈറ്റ് ആൻഡ് മൈൽഡ് ഫാഷൻ, നെവർ സേയിങ് എൻ അൺകൈൻഡ് വേർഡ് എബൌട്ട് എനി വൺ. എല്ലാവരും ഒരുപോലെ കാണുന്ന, എല്ലാവരെയും പറ്റി അൺകൈൻഡായിട്ട് നല്ലതല്ലാതൊന്നും പറയാത്തൊരു നല്ലൊരു മനുഷ്യനാണ് ദ നൈറ്റ്. The knight's son, who is about 20 years old, act as his father's squire or apprentice. Though the squire has fought in battles with great strength and agility, like his father, he is also devoted to love. The knight in the Canterbury Tales by Geoffrey Chaucer is one example of a knight who possesses heroic qualities. കാൻറ്റർബറി ടേൽസിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാരെ പറ്റി പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഇംഗ്ലണ്ടിൽ ആ കാലത്തുള്ള നൈറ്റുമാർക്ക് ഒരു എക്സാമ്പിളാണ് ഈ ഒരു നൈറ്റ്. പിന്നെ നൈറ്റിനൊരു സൺ ഉണ്ട്, ദ സ്ക്വയർ ഇസ് ഡിവോട്ടഡ് ടു ലവ്. പിന്നെ നൈറ്റ് ക്രൈസ്റ്റിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യുദ്ധങ്ങളൊക്കെ ചെയ്യുന്നതുണ്ടെങ്കിൽ സ്ക്വയർ യുദ്ധങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ ലേഡീസിനെ ഇംപ്രസ് ചെയ്യാനാണ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇതിൽ. There was a knight, a most distinguished man, who from the day on which he first began to ride abroad had followed chivalry, truth, honor and generousness and courtesy. ചോസറിൻ്റെ ലൈൻസ് ആണ്. The knight is a generous and courteous man and fights with honor and fidelity as a hero should. The narrator in the Canterbury Tales also calls the knight wise, a true, perfect, gentle knight. Not only was he a gentle knight, but a strong knight as well because of the various battles he participated in. അപ്പോൾ സ്ട്രോങ് ജെൻറ്റിൽ നൈറ്റ് മാത്രമല്ല, ഒരു ജെൻറ്റിൽ സ്ട്രോങ് പേഴ്സൺ ആയിരുന്നു നൈറ്റ്. ദീസ് ട്രേറ്റ്സ് ദാറ്റ് ദ നൈറ്റ് പൊസസ് ദാറ്റ് ദ നറേറ്റർ ഇൻ ദ കാൻറ്റർബറി ടെയിൽസ് സീംസ് ടു ഫോണ്ട് ഓവർ എ റെമിനിസെൻറ്റ് ഓഫ് എ ട്രൂ ഹീറോ. എ ഹീറോ ഇസ് സെറ്റ് ടു ബി സ്ട്രോങ്, കൈൻഡ്, ബ്രേവ്, സെൽഫ്ലെസ് ആൻഡ് ലോയൽ. അപ്പം ഈ നൈറ്റ് എന്ന് പറയുന്നത് ഒരു ഹീറോക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും പൊസസ് ചെയ്യുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. ഹീ സ്ട്രോങ്, kind, brave, selfless and loyal. The knight fits this description almost perfectly.
The knight is not the only knight in the Middle Ages that was depicted as being a hero. അപ്പോൾ ഈ നൈറ്റ് ഇപ്പം ഡിസ്ക്രൈബ് ചെയ്യുന്ന ഈ ഒരു നൈറ്റ് മാത്രമല്ല ഒരു ഹീറോ ആയിട്ട് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. മറ്റ് മിഡിൽ ഏജസിൽ ഉണ്ടായിരുന്ന മറ്റ് നൈറ്റ്സൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് ചോസർ തരുന്നത്. നൈറ്റ്സിനെ പറ്റിയുള്ളൊരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The canonization as a metaphysical poem. മെറ്റാഫിസിക്കൽ പോം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക രീതിയിലായിരിക്കും ആ ഒരു പോം എഴുതിയിട്ടുണ്ടാവുക. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലാംഗ്വേജ്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ്, കമ്പാരിസൺസ് ഒക്കെ ആയിട്ടും യൂസ് ചെയ്തിട്ടുണ്ടാവുക. നൗ ദ കാനോണൈസേഷൻ ബൈ ജോൺ ഡൺ, അല്ലേ? ജോൺ ഡൺ ഇസ് എ മെറ്റാഫിസിക്കൽ പോയറ്റ്. അങ്ങനത്തെ ഒരു മെറ്റാഫിസിക്കൽ പോംസ് എഴുതുന്നതുകൊണ്ട് കാനോണൈസേഷൻ എന്ന് പറയുന്ന പോയത്തിൻ്റെ ഒരു സമ്മറി എന്താ? ലവിനെ പറ്റിയാണ് അവർ പറയുന്നത്, അല്ലേ? ഡോണ്ട് ഡിസ്റ്റർബ് ദം, ദേ ആർ ലവിങ്, ഓക്കെ, ദേ ഡോണ്ട് കെയർ അതേഴ്സ്. അവരുടെ ലവിനെ കാനോണൈസ് ചെയ്യാണ്, ആ ഒരു ഇതിലേക്ക് എത്തിക്കുകയാണ് അവർ. കാനോണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുണ്യവൽക്കരിക്കുക, ഒരു ഹോളി തിങ് ആക്കുക. അപ്പം അവരുടെ ലവാണ് അവിടെ കാനോണൈസ്ഡ് ആവുന്നത്. ആക്ച്വലി ചിലർ മരണപ്പെട്ടാലാണ് കാനോണൈസേഷൻ ഒക്കെ ഉണ്ടാവുക. അവരുടെ ലവിനെയാണ്, ലവിൻ്റെ ഒരു പ്യൂരിറ്റിയൊക്കെയാണ് അവിടെ പറയുന്നത്. Now, John Donne's canonization is an example of metaphysical poetry. It uses conceits, allusions from the medieval philosophy of metaphysics, a dramatic situation and an impassioned monologue, a speech-like rhythm and colloquial language, all of which make it a typical metaphysical poem. Metaphysical poetry is a highly intellectualized poetry marked by bold and ingenious conceits, incongruous imagery, complexity and subtlety of thought, frequent use of paradox, and often by deliberate harshness or rigidity of expression. അപ്പം ഇങ്ങനെ കുറച്ച് ടഫായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സും കാര്യങ്ങളും പാരഡോക്സും ഒക്കെയാണ് യൂസ് ചെയ്യുക മെറ്റാഫിസിക്കൽ പോംസിൽ. The metaphysical poets were men of learning, and to show their learning through poetry was part of their endeavor. Metaphysical poets എന്ന് പറഞ്ഞാൽ men of learning ആയിരുന്നു. They always studied new things. Okay, അപ്പോൾ അത് അവരുടെ പോയട്രിയിലൂടെ കാണിച്ചു തരാനും ശ്രമിച്ചിട്ടുണ്ട്. They never imitated anything, and so their thoughts are often new. അവരൊന്നിനെ ഇമിറ്റേറ്റ് ചെയ്യാറില്ല. So their thoughts were new, but seldom natural. But naturalമാണ്. Different ideas were brought and merged together in their poetry. One of the common features in their poetry was the comparison between two entirely different things or images. ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഐഡിയാസ് അവർ ഒരുമിച്ച് മേർജ് ചെയ്തിരുന്ന ഒരു പോയട്രിയിൽ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സംഭവങ്ങൾ, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടു തിങ്സ് അവർ കമ്പയർ ചെയ്തിരുന്നു. They hope to say what was never said before, hence the novelty in expression. ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കും അവർ പറയാൻ ശ്രമിക്കുന്നത്. Okay. While they focused on bringing novelty and learning into poetry, their poems ended up listener is being difficult to understand for common men. Okay. അപ്പോൾ കോമൺ മെന്നിന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവരുടെ ഈ നോവൽറ്റിയും ലേണിങ്ങും ഒക്കെ അവർ പോയട്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ. Now, in the canonization, the poet enacts his messages concerning love and poetry by equating love to a state of holiness. Okay, ഞാൻ പറഞ്ഞു കാനോണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോളി സ്റ്റേറ്റിലേക്ക് പോവാം. ലവിനെയാണ് ഇവർ ആ ഒരു ഹോളി സ്റ്റേറ്റിലേക്ക് മാറ്റുന്നത്. The poem begins with the speaker telling an unknown listener to be quiet and not bother him about anything else and just let him love. He enumerates a number of things they should pursue instead of distracting him from his love for his beloved. Okay, അപ്പം അവരെ ലവ് ചെയ്യാൻ വിടട്ടെ, ഡോണ്ട് ബോദർ ദം എന്നുള്ളൊരു തീമിലാണ് പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് സെക്ഷൻ, ദ യൂണിവേഴ്സാലിറ്റി ഓഫ് ഗ്രേസ് എലജി. അപ്പോൾ ഗ്രേൻ്റെ എലജിയിലുള്ള തോമസ് ഗ്രേൻ്റെ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ച് യാർഡിലുള്ള ഒരു യൂണിവേഴ്സാലിറ്റി, എല്ലാത്തിലും കാണപ്പെടുന്ന കോമൺ ആയിട്ടുള്ളൊരു യൂണിവേഴ്സൽ ഫീച്ചർ. ഓക്കെ, സോ റൈറ്റ് അബൌട്ട് ദാറ്റ്. തോമസ് ഗ്രേസ് എലജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ച് യാർഡ് ഇസ് എ പോം റിട്ടൺ ഇൻ 4-line stanzas ഫോളോവിങ് ആൻ എ ബി റൈം സ്കീം. ഇപ്പോൾ 4-line stanzas ആയിട്ടാണ് ആ പോം ഉള്ളത്, എ ബി റൈം സ്കീമിൽ. The setting of the poem is a country churchyard, and from the language used in the poem,
one gets a feeling that the speaker is probably standing on a hill. ഓക്കെ, അപ്പോൾ ഒരു കൺട്രിയിലൊരു ചേർച്ചിയാടെന്ന് ഉള്ളത് പോലെയാണ് ആ ഒരു പോം, അതിൻ്റെ ഒരു സെറ്റിംഗ്. ഓക്കെ, അതാണ് എലജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ചിയാട്. അപ്പോൾ ഒരു കുന്നിൻ്റെ മേലേക്ക്, ഒരു ഹില്ലിൻ്റെ മേലേക്ക് കയറി നിൽക്കുന്നത് പോലത്തെ ഒരു ആംബിയൻസ് ആണ് നമുക്ക് ആ ഒരു പോം വായിക്കുമ്പോൾ കിട്ടുന്നത്. The churchyard in the poem is believed to refer to the churchyard at Stockport where Gray himself was buried. അപ്പോൾ ഗ്രേനെ അടക്കം ചെയ്ത അതേ ചേർച്ച്യാർഡാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. Unlike typical elegies that commemorate famous personalities such as war heroes, national leaders, etc., but Gray's elegy stands out as he writes about unknown and often misunderstood poor villagers. ഓക്കെ, അപ്പം എല്ലാവരുടെയും എലജിയിൽ ഇപ്പം കീറ്റ്സിന് വേണ്ടിയുള്ള എലജി, അങ്ങനെ പല റൈറ്റേഴ്സിന് വേണ്ടിയുള്ള എലജി ഉണ്ടല്ലോ. അതിലൊക്കെ ഈ റൈറ്റേഴ്സിന് അല്ലെങ്കിൽ വാർ ഹീറോസിനെ, നാഷണൽ ലീഡേഴ്സിനൊക്കെ പറ്റി അവരുടെ മെമ്മറിയിലുള്ള എലജി, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഈ എലജി എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫോർ ദ പുവർ വില്ലേജേഴ്സ്. അപ്പോൾ എലജി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ സോങ് ഓർ എ പോം ലാമെൻറ്റിങ് വൺസ് ഡെത്ത്, അല്ലെങ്കിൽ ഒരാളെ ഓർത്തുകൊണ്ട്, ഒരാളുടെ മരണത്തെ എന്തെങ്കിലും ഓർത്തുകൊണ്ട് അയാൾക്ക് വേണ്ടി വിലപിച്ചുകൊണ്ടുള്ളൊരു പോം ഒക്കെയാണ്. ഓക്കെ, വിലാപകാവ്യം എന്നൊക്കെയാണ് എലജിക്ക് മലയാളത്തിൽ പറയാം. Now, Gray uses his poetry to defend their humble lives. The fall of darkness as night approaches creates a metaphor for the fading light when a person is dying. Okay, അപ്പോൾ രാത്രിയോട് അടുക്കുമ്പോൾ ആ ഒരു ഡാർക്ക്നെസ് വരുന്നത് മരണത്തോട് അടുക്കുന്നതിന് കമ്പയർ ചെയ്യുന്നുണ്ട് തോമസ് ഗ്രേ. Silence overtakes and marks the death of a person, and the setting and atmosphere of the first 4 stanzas are contrasted with the life once led by the dead person. He portrays death as the great leveler, sometimes that is capable of making all the people the same. ഓക്കെ, അപ്പോൾ ഡെത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഈക്വലാണ് എന്നുള്ള കാര്യം, ഡെത്തിനെ പറ്റിയൊക്കെയാണ് ആ ഒരു പോമിൽ വരുന്നത്. He emphasizes the fact that it is one's birth and associated circumstances that create a difference between the humble and the great. ഒരാളുടെ ജനനവും അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ, പിന്നീടുള്ള അയാൾ വളരുന്ന ആ ഒരു സംഭവങ്ങളൊക്കെയാണ് അയാളൊരു ഗ്രേറ്റ് പേഴ്സൺ, ഹംബിൾ പേഴ്സൺ ഒക്കെ ആക്കുന്നത്. ഓക്കെ, നോട്ട് ദിയർ മെൻ്റൽ ഓർ ഫിസിക്കൽ ക്വാളിറ്റീസ്, അവരുടെ മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാളിറ്റീസ് അല്ല. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരെയും, പുവർ വില്ലേജേഴ്സിനും എല്ലാവരെയും കൂടെ റെഫർ ചെയ്തിട്ടാണ് ഈ എലജി റിട്ടേണിൻ്റെ കൺട്രി ചോദിച്ചാണ് വരുന്നത്. അല്ലാതെ വലിയ ഗ്രേറ്റ് ഹീറോസിൻ്റെ പേരിലല്ല ഈ ഒരു എലജി റിട്ടേൺ ആയിട്ടുള്ളത്. Therefore, the major themes of the poem is the division between social classes and what actually causes it. അപ്പോൾ ഈ സോഷ്യൽ ക്ലാസ്സസിൻ്റെ ഡിവിഷൻ, എന്തുകൊണ്ടാണ് ആ ഒരു ഡിവിഷൻ വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോമിൽ വരുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി സേ ഇറ്റ് ഈസ് റിട്ടൺ ഫോർ ദ poor villagers. The 3 historical English figures he chooses to allude to in this poem are all considered as champions who rebelled against tyranny. All 3 of them are associated with the civil wars in England during which King Charles I was executed. അപ്പോൾ ഇതിൽ പറയുന്ന 3 ഫിഗേഴ്സ് അവർ ഇംഗ്ലണ്ടിലെ സിവിൽ വാർസിൽ പങ്കെടുത്ത ആൾക്കാരാണ്. അപ്പോൾ അവരെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. Gray points out that it's the duty of the living people to remember the dead people and no matter how humble or obscure their lives were. Okay, മരണപ്പെട്ടവരെ ഓർക്കണം, അവർ എത്ര ഹമ്പിൾ ആണെങ്കിലോ അല്ലെങ്കിൽ എത്ര ഡേർട്ടി ഒബ്സ്ക്യൂർ പീപ്പിൾ ആണെങ്കിലോ അതൊന്നും നോക്കാതെ മരണപ്പെട്ടവരെ ഓർക്കേണ്ടത് ലിവിങ് ആയവരുടെ ഒരു ഉത്തരവാദിത്വമാണ് എന്നാണ് ഗ്രേ പറയുന്നത്. He also imagines how he himself might be remembered by others after his death, and from the epitaph in the poem, it is evident that Gray, despite being a recognized scholar and poet, felt more in line with the common humble rustic folk than with great personalities. ഗ്രേയെ തന്നെ മരണശേഷം ആൾക്കാർ എങ്ങനെ ഓർക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഗ്രേ പറയുന്നുണ്ട്. He imagines himself as dying young, just like his dear friend റിച്ചാർഡ് വെസ്റ്റ്. ഓക്കെ, ഗ്രേൻ്റെ ഫ്രണ്ട് റിച്ചാർഡ് വെസ്റ്റ് യങ് ആയിരിക്കുമ്പോൾ മരണപ്പെട്ടതാണ്. അതുപോലൊരു മരണം ഗ്രേയും ഇമാജിൻ ചെയ്യുന്നുണ്ട്. 30, the speaker's own imaginary death is merged with West's death. Okay,
സ്റ്റാൻസ 30 എത്തുമ്പോഴേക്കും ആ സ്പീക്കർ നമ്മൾ തോമസ് ഗ്രേൻ്റെ ഡെത്തും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് റിച്ചാർഡ് വെസ്റ്റിൻ്റെ ഡെത്തും തമ്മിൽ മേർജ് ചെയ്യുന്നുണ്ട്, ഒന്നാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. The poet also expresses hope that he could be reunited with his friend in heaven after death. Okay, അപ്പം സ്വർഗത്തിൽ ചെന്നിട്ട് ഹെവനിൽ പോയിട്ട് they'll reunite എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. In short, it is one's friendships, concerns for others, etc. that would be remembered in the end and not one's greatness or wealth. Okay, മരണശേഷം നമുക്ക് മറ്റുള്ളവരോടുള്ള കൺസേൺസ്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിരിക്കും റിമെമ്പേർഡ്, അല്ലാതെ നമ്മളുടെ വെൽത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഗ്രേറ്റ്നെസ് ഒന്നും ആയിരിക്കില്ല. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി ലാസ്റ്റ് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് എല്ലാവരും മറക്കും. പിന്നെയും കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസാണ് അതിൻ്റെ ആ ഒരു നമ്മളെ റിമെമ്പർ ചെയ്യുന്നവരുണ്ടാവുക. ഓക്കെ, all other merits and weaknesses may be buried along with the dead and need not be pondered over. മറ്റു മെറിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ തന്നെ ഇല്ലാണ്ടാവും. ഓക്കെ, in the poem Gray explains about the universality of death. ഓക്കെ, അപ്പോൾ ഡെത്ത് എന്ന യൂണിവേഴ്സാലിറ്റിയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാവരിലും ഉള്ള ഒരു സംഭവം, ആ ഒരു ഡെത്ത് എന്ന് പറയുന്ന സംഭവം, അതാണ് ഇവിടെ ചോദിച്ച യൂണിവേഴ്സാലിറ്റി കേട്ടോ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ എല്ലാ പോംസിലുള്ള കോമൺ ഫീച്ചർ അല്ല. Now, the central focus of Gray's elegy is the inevitability of death and how people from different social classes are remembered. Okay, ഇപ്പോൾ സോഷ്യൽ ക്ലാസ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിലൊക്കെ ഉള്ളവർ മരണപ്പെട്ടാൽ എങ്ങനെ ഓർമ്മപ്പെടും, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു സെൻട്രൽ ഫോക്കസ്. In this elegy, Gray mediates on death as it's related to the rustic commoners who populate the village and the country churchyard. Gray's opening salvo in this contrast between two vast social classes emphasizes death's universality. Just as the poor and the common people are subjected to death, the path of the rich and glory led to grave as well. Okay, common people നെ പോലെ തന്നെ റിച്ച് ആയ ആൾക്കാരും മരണപ്പെട്ട് ഗ്രേവിലേക്ക് പോകുന്നത് സെയിം ആണ്, ഈക്വൽ ആണ്. Death is the ultimate which is blind to man's social class and destruction. Okay, ഡെത്ത് ഇസ് അൾട്ടിമേറ്റ്, അത് അൾട്ടിമേറ്റ് ആണ്, എല്ലാവർക്കും സംഭവിക്കും. ഇറ്റ് ബ്ലൈൻഡ് ടു മാൻസ് സോഷ്യൽ ക്ലാസ്, സോഷ്യൽ ക്ലാസ്സിനനുസരിച്ച് മാറില്ല. ഡെത്ത് ഇസ് അൾട്ടിമേറ്റ്. അപ്പം ദ യൂണിവേഴ്സാലിറ്റി ഓഫ് ഡെത്ത് ആണ് ഗ്രേൻ്റെ എലജിയിലെ ഒരു തീം. അപ്പം അതിനെപ്പറ്റി എഴുതാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ദി യൂണിവേഴ്സാലിറ്റി ഓഫ് ഗ്രേസ് എലജി. സോ ആ സോഷ്യൽ ക്ലാസ് ഡിവിഷന്, ഡെത്ത് ഇസ് ഈക്വൽ ടു എവ്രി വൺ, പിന്നെ ഫ്രണ്ട് റിച്ചാർഡ് വെസ്റ്റിൻ്റെ ഡെത്തിനെ പറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഇനി അടുത്ത ലാസ്റ്റ് സെക്ഷൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ ഇഫ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. താങ്ക് യു.